അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പണ്ട് എനിക്ക് ഈ അവസരങ്ങളൊന്നും വരാതിരുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ഒക്കെ വിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുമ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മ എൻ്റെ വഴി ഏതാണ്, എൻ്റെ സംഗീതം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അമ്മ പറയും, മോനെ ഒരു സമയത്ത് നിന്റെ സംഗീതം ഈ ലോകം കേൾക്കുമെന്ന്. ഇപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന എന്താ വെച്ചാൽ, ഈ ലോകം നമ്മുടെ റിയാൻ കുട്ടൻ്റെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കണം. അത് വീണ്ടും 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 കേൾക്കണം. കാരണം അവന് ഈശ്വരൻ ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ അത്രയ്ക്കധികം ടാലൻ്റ് ഉണ്ടെങ്കിലാണ് ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ പാട്ടിൻ്റെ ശ്രുതിയിൽ ലയിക്കുന്നതും അതൊരു ലയമായി അമ്മയിലേക്ക് എത്തുന്നതും. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എന്താ കിട്ടിയത് എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ പാട്ട് കേൾപ്പിച്ചതും, അമ്മയ്ക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടും ഇരിക്കാൻ പോലും വയ്യാഞ്ഞിട്ടും നമ്മുടെ കാറിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്ന ഒരു അവസരത്തിൽ വല്ലാണ്ട് വയ്യാണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേൾപ്പിച്ചപ്പോഴത്തേക്കും അമ്മയുടെ ഒരു തുള്ളി കണ്ണുനീര് ഇങ്ങനെ പൊഴിഞ്ഞത്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഈ ജീവിതത്തിൽ. സ്വയമേറിയാനൊരു മന്ത്രദീക്ഷ തരുമോ? അതിനേക്കാൾ വലിയ അവാർഡൊന്നും ഇല്ല. സാർ എനിക്ക് സിനിമയിൽ പാടാൻ അവസരം തന്നില്ലേ, അപ്പൊ ഞാൻ തിരിച്ചൊരു ഗിഫ്റ്റ് തന്നതാ. വാക്കുകൾ വഴിമുട്ടി പോകും ചിലപ്പം അല്ലേ സ്നേഹത്തിന്റെ മുമ്പിൽ. റിയാൻകുട്ടനൊക്കെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് കറകളഞ്ഞതാണ്. അതുപോലത്തെ സ്നേഹം ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ അല്ലേ ഉണ്ണിച്ചേട്ടാ? തീർച്ചയായിട്ടും ഈ സ്നേഹം ഉണ്ടല്ലോ, ഞാൻ അവൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവൻ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ മക്കളുടെയൊക്കെ കൊച്ചു കുട്ടിക്കാലങ്ങൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. അവരെ എത്രയോ റെക്കോർഡിങ്ങുകളിലൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ഇങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രി 1 മണി 2 മണി, മധുവിനൊക്കെ ആ അനുഭവം ചേട്ടനുണ്ട്. അപ്പോൾ മാത്രമാണ് അവരെ കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഉറക്കമായിരിക്കും ആ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കൂലേ, അതുപോലെയാണ് റിയാൻകുട്ടനെ ചേർത്ത് പിടിക്കുന്നത് കേട്ടോ. അസാധ്യമായിട്ട് പാടി, അസാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷനാണ്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നോട്ട്സ് പാടും, സ്വരങ്ങൾ പാടാൻ വളരെ ഈസിയാണ്, ടെക്നിക്കലി നന്നായാൽ മതി. പക്ഷെ അതിൻ്റെ ഉള്ളിലെ ഭാവതലങ്ങൾ മാത്രമല്ല, അത് ഇത്രയും സ്നേഹാർദ്രമായിട്ട് ഹൃദയാർദ്രമായിട്ട് പാടണം എന്ന് നമ്മൾ കരുതാം. പക്ഷെ പാടി വരുമ്പോൾ അങ്ങനെ ആവണമെങ്കിൽ അത് ടാലന്റാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ റിയാൻകുട്ടൻ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. കേട്ടോ, ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, റിയാൻകുട്ടന് അമ്മ എനിക്ക് തന്ന അനുഗ്രഹം പോലെ റിയാൻകുട്ടനും കൊടുക്കണം. അത്രയ്ക്ക് സന്തോഷത്തോടെ കേട്ടോ. നീ പകർന്ന നറുപാൽ തുളുമ്പുമൊരു മൊഴിതൻ ചെറുചിമിഴി, പാതി പാടുമൊരു പാട്ടുപോലെ അതിലലിയാൻ കൊതിയല്ലേ അമ്മേ, ഇനി ഉണരാനൊരു സ്നേഹ
അത് മാത്രമല്ല MJ അങ്കിളെ ഇപ്പം MJ അങ്കിൾ പറഞ്ഞില്ലോ അവസരങ്ങളൊന്നും അധികം ഇല്ലാതിരുന്ന ഒരു സമയത്ത് അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു അവസരത്തിന് വേണ്ടിയായിരുന്നു. ഇതുപോലെ തന്നെ ഏതൊരു അമ്മയും പോലെ റിയാൻകുട്ടൻ ഒരു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരുന്ന ഒരമ്മ ഇപ്പം നമ്മുടെ കൂടെ ഈ സ്റ്റേജിലുണ്ട്. റിയാൻകുട്ടൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് ചേച്ചി ഇത്ര ഇരുന്ന് കരയുന്നതും ബുദ്ധിമുട്ടുന്നതും. എനിക്കിത് പറയാനേ പറ്റുന്നില്ല, എനിക്കത് 100% അറിയാം. പക്ഷേ റിയാൻകുട്ടന് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കേട്ടോ ഇവിടെ. റിയാൻകുട്ടനെ എല്ലാവരും അറിയുന്നതും ഇങ്ങനെ നല്ലൊരു സ്റ്റേജ് കിട്ടുന്നതും ഇത്രയും സ്നേഹിക്കുന്ന കുറേ പേരുള്ളതും ഒക്കെ അത് ചേച്ചിയുടെ ഇഷ്ടത്തിനുള്ള ഗിഫ്റ്റാണ്. 100% അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും പറയും, അതായത് എന്നെ ഇപ്പം സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോ, പക്ഷെ അമ്മയെ കരുതണം എന്ന് പറയാം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അമ്മയടുത്ത് ഒരു നോ പോലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിച്ചിട്ടുണ്ട്. അനുസരിക്കാൻ പറ്റാത്തത് അമ്മയോട് പറയാറില്ല. പിന്നെ ചെയ്യുമ്പോൾ വേറൊരു രീതി ചെയ്യുമ്പോൾ അമ്മ ചോദിക്കും, എന്താ നീ അങ്ങനെ ചെയ്ത കൂട്ടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും അമ്മ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അമ്മയടുത്ത് ഒരു നോവും പറയാത്ത ഒരു മകൻ എന്നുള്ള രീതിയിൽ വളരെ ഒരു ഭയങ്കര അഭിമാനമാണ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ടായിരിക്കും ഈശ്വരൻ എനിക്ക് അമ്മ മഴക്കാറ് എന്നുള്ള പാട്ട് തന്നത്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അപ്പൊ അതുപോലൊരു അമ്മയാണ് നമ്മുടെ റിയാൻകുട്ടൻ. അച്ഛൻ്റെ കാര്യവും പറയുന്നു. ഞാനും ഒരു അച്ഛനായതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എന്താണ് മൊമെന്റ്സ്, എന്താണ് ഇമോഷൻസ്, എന്താണ് ജേണി എന്നുള്ളത് മനസ്സിലാവും. അവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ നമസ്കാരമുണ്ട്. കാരണം അത്രയും സ്നേഹത്തിലാണ് എല്ലാ അച്ഛനും അമ്മമാരും മക്കളെ സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ജേണി എന്ന് പറയുന്നത് എനിക്കറിയാം. അപ്പോൾ ആ ജേണിയിൽ അവനെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന 2 ആൾക്കാരാണ്. അവർക്കും വലിയൊരു ബിഗ് സല്യൂട്ട്.